അവർ നേരെ കാഷ്വാലിറ്റിയിലേക്കാണ് ചെന്നത്. 2 ടീച്ചേഴ്സും ഒരു മാഷും കാഷ്വാലിറ്റിക്ക് മുൻപിൽ തന്നെ നിൽക്കുന്നുണ്ട്. അവൾ വേഗം അവർക്കടുത്തേക്ക് ചെന്നു. ടീച്ചറെ, അപ്പുവിനെന്താ പറ്റിയേ? എൻ്റെ കുട്ടി എവിടെ? അവൾ അപ്പുവിൻ്റെ ടീച്ചറോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. കാലിനാ പറ്റിയത്, എല്ല് പൊട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടിവരും. നമുക്ക് ഡോക്ടറെ കാണാം. പേടിക്കാതിരിക്ക് സ്വപ്നെ, ഞങ്ങളൊക്കെ ഇല്ലേ? ടീച്ചർ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവരെ ഒന്ന് നോക്കി. അർപ്പിതിൻ്റെ അമ്മ വന്നിട്ടുണ്ട്, ഒന്ന് ഡോക്ടറോട് പറയാമോ? ടീച്ചർ ചെന്ന് കാഷ്വാലിറ്റിയുടെ ഡോർ തുറന്നതും കണ്ടൊരു നേഴ്സിനോട് പറഞ്ഞു. സ്വപ്നെ, കരയല്ലേ, ധൈര്യമായിട്ടിരിക്കെ, അവനൊന്നും ഉണ്ടാകില്ല, എല്ലാം ശരിയാകും. മീര സ്വപ്നയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മീരയെ വെറുതെ നോക്കിയെന്നല്ലാതെ അവളൊന്നും പറഞ്ഞില്ല. അവൾക്കൊട്ടും സമാധാനം തോന്നുന്നുണ്ടായിരുന്നില്ല. അല്പം കഴിഞ്ഞതും 2 ഡോക്ടേഴ്സ് അവിടേക്ക് വന്നു. അല്പം പ്രായം ചെന്നൊരു സ്ത്രീയും പിന്നെ ഒരു ചെറുപ്പക്കാരനും. ഡോക്ടർ, ഇതാണ് അർപ്പിതിൻ്റെ അമ്മ, ടീച്ചർ അവരോട് പറഞ്ഞു. അവരവളെ തന്നെ ഒന്ന് നോക്കി. കറുപ്പ് പടർന്ന കൺതടങ്ങൾ, അവയാകെ കരഞ്ഞു വീർത്തിരിക്കുന്നു. എവിടെയോ കണ്ടു മറന്നൊരു മുഖം പോലെ, അത്രമേൽ പരിചയമുള്ളൊരു മുഖം. പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല. കൂടെയുള്ള ചെറുപ്പക്കാരൻ ഡോക്ടറുടെ കണ്ണും അവരുടെ മുഖത്താണ്. അവനും എവിടെയോ കണ്ടതുപോലെ. നിങ്ങളാണോ അർപ്പിതിൻ്റെ അമ്മ? ആ ലേഡി ഡോക്ടർ ചോദിച്ചു. അതെ ഡോക്ടർ. അപ്പുവിന് എന്താ പറ്റിയേ? പേടിക്കാനൊന്നുമില്ലല്ലോ? അവളുടെ കണ്ണിൽ പേടിയാണ്. വലതുകാലിൽ എല്ലിന് ചെറിയൊരു പൊട്ടലുണ്ട്. ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടിവരും. പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കെ. ലേഡി ഡോക്ടർ അവളുടെ തോളിലൊന്ന് പതിയെ തട്ടി. ഞാനൊന്ന് കണ്ടോട്ടെ? അവൾ ചോദിച്ചു. ഓ, അതിനെന്താ? പക്ഷേ ആള് നല്ല മയക്കത്തില്ല, സെഡേഷൻ കൊടുത്തിരിക്കുകയാണ്. വരൂ, പറഞ്ഞുകൊണ്ട് ഡോക്ടർ മുൻപിൽ നടന്നു. സ്വപ്ന മീരയെ ഒന്ന് നോക്കി. ചെല്ല്, ഞാൻ ഇവിടെ തന്നെയുണ്ട്. മീര പറഞ്ഞതും സ്വപ്ന ഡോക്ടർക്ക് പിന്നാലെ അകത്തേക്ക് നടന്നു. അകത്തേക്ക് കയറിയതും അവൾക്കാകെ വെല്ലായ്മ തോന്നി. കൈ പൊട്ടിയതും കാല് പൊട്ടിയതും തല പൊട്ടിയതും അങ്ങനെ ചോരയിൽ ഒരു കളിയാണ്. അവരുടെ ആർത്തുകരച്ചിൽ, നിലവിളി സഹിക്കാൻ പറ്റില്ല. അവൾക്ക് തലയാകെ പെരുക്കുന്നത് പോലെ തോന്നി. അവൾ എങ്ങും നോക്കാതെ തലയും കുനിച്ച് ഒരേ നടപ്പ് നടന്നു. കുറച്ചു നടന്നതും അവളൊന്ന് പതിയെ തലയുയർത്തി നോക്കി. അപ്പോൾ കണ്ടു ഏറ്റവും അവസാനത്തെ ബെഡിലായി കിടക്കുന്ന അപ്പുവിനെ. അവൾ അപ്പുവിൻ്റെ അരികിലേക്കോടി. അപ്പു, മോനെ അപ്പു. കണ്ണടച്ചു കിടക്കുന്ന അപ്പുവിൻ്റെ കയ്യിൽ അവൾ പതിയെ തട്ടി വിളിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. വിളിക്കേണ്ട, നല്ല മയക്കത്തിലാണ്. 5 മണിക്ക് ശേഷമാവും ഓപ്പറേഷൻ ഉണ്ടാവുക. സമയം നഴ്സ് പറയും. വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഇവർ തരും. അപ്പോഴേക്കും അത് വാങ്ങി ഇവിടെ ഏൽപ്പിക്കണം. ഡോക്ടർ പറഞ്ഞതും അവളൊന്ന് തലയാട്ടി. എന്നാ ശരി പറഞ്ഞുകൊണ്ട് ഡോക്ടർ നടക്കാനൊരുങ്ങിയതും ഒന്നു നിന്നു. നിങ്ങളിന്നൊന്നും കഴിച്ചില്ലേ? നല്ല ക്ഷീണമുണ്ട്. ചെന്നെന്തെങ്കിലും കഴിച്ചു വരൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വീണു പോകും. അർപ്പിതിൻ്റെ അടുത്ത് ഇവരും ഞങ്ങളും ഒക്കെയുണ്ടാകും. പേടിക്കേണ്ട. ഡോക്ടർ പറഞ്ഞതും അവൾ വെറുതെ ഒന്ന് തലയാട്ടി. അവൾക്കൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ശരീരമാകെ തളരുന്നത് പോലെ. രാവിലെ വീട്ടിൽ നിന്നും ചെറിയൊരു കഷ്ണം പുട്ട് കഴിക്കാനെടുത്തതാണ്. അത് തന്നെ മുഴുവൻ കഴിച്ചതുമില്ല. തലേന്ന് രാത്രിയിൽ സംഭവിച്ചതെല്ലാം വീണ്ടും അവൾക്ക് ഓർമ്മ വന്നു. കുറെ കരഞ്ഞിരുന്ന് അവസാനം അത് മതിയാക്കുകയും ചെയ്തു. പിന്നീട് പ്രിയയുടെ വീട്ടിൽ നിന്നും ഒരു ചായയും നേർത്തൊരു നൈസ് പത്തിരിയും കഴിച്ചതാണ്. പിന്നെയും ഒരുപാട് ജോലിയെടുത്തു. അവസാനം ടീച്ചർ വിളിച്ചപ്പോൾ വെള്ളം കൂടി കുടിക്കാതെ പോന്നതാണ്. തൊണ്ട വറ്റി വരളുന്നുണ്ട്, വയറ് കാളുന്നുണ്ട്. പക്ഷേ അതൊന്നും അവൾ അറിയുന്നതേയില്ല. അവൾ അപ്പുവിനെ തന്നെ നോക്കിയിരിപ്പാണ്. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. പതിയെ ആ കുഞ്ഞു നെറ്റിയിൽ ചുണ്ടമർത്തുമ്പോൾ പേടിക്കേണ്ട, അമ്മയുണ്ട് മോനെ എന്ന് അവരുടെ കണ്ണും മനസ്സും ഒരുപോലെ പറയുന്നുണ്ടായിരുന്നു. ലേഡി ഡോക്ടറുടെ കൂടെ നടക്കുമ്പോൾ കൂടെയുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ ഡോക്ടർ ഒന്ന് തിരിഞ്ഞു നോക്കി. നിറഞ്ഞ കണ്ണുകളോടെ മകന്റെ നെറ്റിയിൽ ചുണ്ടു ചേർക്കുന്ന അവളെ കണ്ടു. അവളെ തന്നെ ഒന്നുകൂടി നോക്കിയ ശേഷം അവൻ തിരിഞ്ഞു നടന്നു. അല്പനേരം അങ്ങനെ ഇരുന്നതു പിന്നെന്തോ ഓർത്തതുപോലെ അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. പിന്നെ അപ്പുവിൻ്റെ നെറ്റിയിലൂടെ ഒന്ന് ഒഴിഞ്ഞ ശേഷം അവിടെയുള്ളൊരു നേഴ്സിംഗ് സ്റ്റാഫിനോട് അപ്പുവിനെ ഒന്ന് നോക്കിക്കോളണേ, ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് നടന്നു. പുറത്തേക്ക് നടക്കുമ്പോഴും അവൾ ചുറ്റും നോക്കിയില്ല. തലയും കുനിച്ചൊരു നടത്തമായിരുന്നു. രക്തവും കരച്ചിലും വേദനയും അതൊന്നും കാണാനുള്ള ശക്തിയും മനക്കരുത്തും ഒന്നും അവൾക്കില്ലായിരുന്നു. ഡോർ തുറന്ന് പുറത്തെത്തിയതും കണ്ടു കുറച്ചപ്പുറം മാറി നിൽക്കുന്ന മീരയെ. അവൾക്കൊപ്പം തന്നെ ടീച്ചേഴ്സുമുണ്ട്. അവൾ അവർക്കടുത്തേക്ക് ചെന്നു.
കാലിലെ എല്ല് പൊട്ടിയിട്ടുണ്ട്. 5 മണിക്ക് ശേഷം ഓപ്പറേഷൻ ഉണ്ടാകുമെന്നാ പറഞ്ഞേ. അവൾ എല്ലാവരോടുമായി പറഞ്ഞു. അപ്പുവോ? മീരയാണ് അത് ചോദിച്ചത്. മയക്കത്തില്ല, അവര് സെഡേഷൻ കൊടുത്തിട്ടുണ്ട്, അവൾ പറഞ്ഞു. എന്നാ പിന്നെ ഞങ്ങളങ്ങ് ചെല്ലട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം, പറയാൻ മടിക്കരുത്. ടീച്ചർ പറഞ്ഞതും അവൾ തലയാട്ടി. കുറച്ചു കഴിഞ്ഞാൽ വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തരും, അത് വാങ്ങിക്കൊടുക്കണം. അല്ല, നീ എന്തോ അത്യാവശ്യത്തിന് ഇറങ്ങിയതല്ലേ മീരേ? നിനക്ക് പോകണ്ടേ? പെട്ടെന്ന് ഓർമ്മ വന്നതും സ്വപ്ന ചോദിച്ചു. അത് സാരമില്ല, ഞാൻ വിളിച്ചു പറഞ്ഞു. വീട്ടിലേക്കും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നീ പേടിക്കേണ്ട, ഞാൻ ഇവിടെ നിൽക്കാം. ഒറ്റയ്ക്ക് നിന്നെക്കൊണ്ട് പറ്റില്ല. ആകെ തളർന്നു നിൽക്കുന്ന സ്വപ്നയെ കണ്ട് മീര പറഞ്ഞു. സ്വപ്ന മീരയെ തന്നെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. അവൾ മീരയുടെ കയ്യിലൊന്ന് അമർത്തി പിടിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കളഞ്ഞു. മീരെ, മാളു, അവൾക്കിപ്പോൾ സ്കൂൾ വിടാനാകും. ഞാൻ എന്താ ചെയ്യാ? സ്വപ്ന മീരയോട് പറഞ്ഞു. എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു അവൾ അപ്പോൾ. അതോർത്ത് നീ ടെൻഷൻ ആവേണ്ട സ്വപ്നെ, ഞാൻ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരാം, മീര പെട്ടെന്ന് തന്നെ പറഞ്ഞു. സ്വപ്ന നന്ദിയോടെ മീരയെ നോക്കി. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. എങ്ങനെയാ മീര ഞാൻ നിന്നോട് നന്ദി പറയാ? നീ കൂടെയില്ലായിരുന്നേൽ ഞാൻ ഒറ്റയ്ക്ക്. സ്വപ്നയ്ക്ക് ആലോചിക്കുമ്പോൾ തന്നെ പേടിയും സങ്കടവും തോന്നി. തൽക്കാലം നന്ദിയൊക്കെ പിന്നെ പറയാം. അതുപോട്ടെ, നിന്റെ കയ്യിൽ എന്തെങ്കിലും പൈസയുണ്ടോ? മീര ചോദിച്ചു. ഞാനിന്ന് പ്രിയേച്ചിയോട് ചോദിച്ചപ്പോൾ 2500 രൂപ തന്നു. പിന്നെ ഇന്നത്തെ കൂലി 250. അതേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഇവിടെ ഇപ്പോൾ എന്തായാലും കുറച്ചെങ്കിലും പൈസ ബില്ലാകും. ഇപ്പോൾ അല്ല, ഡിസ്ചാർജ് ആകുമ്പോഴേക്കും നമ്മൾ അത് ഒപ്പിക്കേണ്ടി വരും, മീര പറഞ്ഞു. പലിശയ്ക്ക് എവിടുന്നേലും കിട്ടാൻ സാധ്യതയുണ്ടോ മീരെ? എത്ര പലിശ വേണേലും കൊടുക്കാം. ഇപ്പം എൻ്റെ കുട്ടിയുടെ കാര്യം നടക്കണ്ടേ? സ്വപ്ന പറയുമ്പോൾ മീരയ്ക്ക് അവളോട് പാവം തോന്നി. അതൊക്കെ നമുക്ക് റെഡിയാക്കാം, നീ ടെൻഷൻ ആവേണ്ട. ഞാനെന്നാ പോയി മാളുവിനെ വിളിച്ചിട്ട് വരാം. പറഞ്ഞുകൊണ്ട് മീര കയ്യിലുണ്ടായിരുന്ന 2000 രൂപയെടുത്ത് സ്വപ്നയ്ക്ക് കൊടുത്തു. ഇത് കയ്യിൽ വെച്ചോ, ചിലപ്പോൾ അവർ ലിസ്റ്റ് തന്ന അത് വാങ്ങേണ്ടി വരും. നിന്റെ കയ്യിലുള്ളത് തികഞ്ഞിട്ടില്ലെങ്കിലോ? മീര പറഞ്ഞതും സ്വപ്നയ്ക്ക് വീണ്ടും സങ്കടം വന്നു. സ്വപ്ന അവളെ ഇറുക്കെ പുണർന്നു. ഇങ്ങനെയൊരു സമയത്ത് കൂടെ നിൽക്കേണ്ട ഒരു മനുഷ്യനുണ്ട്, തൻ്റെ കുട്ടികളുടെ അച്ഛൻ. കുടിച്ചു ബോധമില്ലാതെ എവിടെയും കിടക്കുന്നുണ്ടാവും. എൻ്റെ കഷ്ടപ്പാട് ആർക്കും അറിയണ്ടല്ലോ മീരെ. രൂപേശേട്ടൻ ഒരു സഹായത്തിനുണ്ടാകേണ്ട ആളല്ലേ, എൻ്റെ കൂടെ നിൽക്കേണ്ട ആളല്ലേ. എന്നിട്ടോ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് കുടിച്ചു നടക്കുന്നു. ഞാൻ എത്ര വിളിച്ചെന്നറിയോ? ഒന്നെടുത്ത് എന്താ കാര്യമെന്ന് ചോദിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. അതും ചെയ്തില്ല. കൂടാതെ എൻ്റെ കോൾ കണ്ടപ്പോൾ ഫോൺ ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നു. നിന്നെ കണ്ടില്ലായിരുന്നേൽ ശരിക്കും ഞാൻ എന്ത് ചെയ്തേനേ മീരെ? അപ്പു എവിടെ? മാളു അവിടെ? ശരിക്കും ദൈവമാ നിന്നെ എൻ്റെ മുൻപിൽ കൊണ്ടെത്തിച്ചത്, സ്വപ്ന പറഞ്ഞു. കരഞ്ഞു കരഞ്ഞ് അവളുടെ കൺപോളകൾ വീങ്ങിയിരിക്കുന്നു. മീരയ്ക്ക് അവളോട് വല്ലാത്തൊരു അലിവ് തോന്നി. രൂപേശേട്ടൻ്റെ കൂട്ടുകെട്ടാണ് സ്വപ്നെ രൂപേശേട്ടനെ ചീത്തയാക്കുന്നേ. പ്രത്യേകിച്ച് ആ സൂരജ്. പണ്ടൊക്കെ രൂപേശേട്ടന് എന്ത് നല്ല സ്വഭാവമായിരുന്നു. മീരയുടെ വാക്കുകളിൽ സൂരജിനോടുള്ള ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു. ആരൊക്കെ നിർബന്ധിച്ചാലും സ്വന്തം ഭാര്യയെയും മക്കളെയും കുറിച്ചൊരു ചിന്ത വേണ്ടേ മീരെ? ഇത് അതൊന്നുമില്ല, വെറും കുടിയോ കുടി. സ്വപ്ന ദേഷ്യത്തോടെയാണ് പറയുന്നതെങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്, ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട്. നമുക്കിത് പിന്നെ പറയാം സ്വപ്നെ. നീ ഇപ്പോൾ അപ്പുവിൻ്റെ അടുത്തേക്ക് ചെല്ല്. ഞാൻ ചെന്ന് മാളുവിനെ കൂട്ടിയിട്ട് വരാം. പിന്നെ നിനക്കും മക്കൾക്കും മാറ്റിയെടുക്കാൻ ഡ്രസ്സ് വേണ്ടേ? ഇനിയിപ്പോൾ 2 ദിവസമെങ്കിലും കഴിയാതെ പോവാൻ പറ്റില്ലല്ലോ. മാളുവിനെ കൂട്ടി ഞാൻ വീട്ടിലൊന്ന് കയറാം. എന്നിട്ട് അത്യാവശ്യം വേണ്ട ഡ്രസ്സും സാധനങ്ങളും എടുത്തിട്ട് വരാം. മീര പറഞ്ഞപ്പോഴാണ് അങ്ങനെയൊരു കാര്യമുണ്ടല്ലോ എന്ന് സ്വപ്ന ഓർത്തത്. ഞാനത് അങ്ങോട്ട് ചിന്തിച്ചില്ല മീരെ. നിനക്ക് ബുദ്ധിമുട്ടാവോ? സ്വപ്ന ഒരു വല്ലായ്മയോടെ ചോദിച്ചു. വേറെ ഒരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ടാണ്. എനിക്കെന്ത് ബുദ്ധിമുട്ട്? താക്കോൽ എവിടെയാ? എൻ്റെ കയ്യിലുണ്ട്. തിരിച്ചു വരുമ്പോൾ ഇത് കൊണ്ടുവരണേ. രൂപേശേട്ടൻ്റെ കയ്യിൽ വേറെ താക്കോലുണ്ട്. സ്വപ്ന പറഞ്ഞതും ശരിയെന്നും പറഞ്ഞ് മീര താക്കോലും വാങ്ങി വണ്ടിക്കരികിലേക്ക് നടന്നു. ദൂരേക്ക് പോകുന്ന മീരയെ നോക്കുമ്പോൾ ശരിക്കും ദൈവം അവൾക്ക് വേണ്ടി ഇറങ്ങി വന്നതുപോലെ സ്വപ്നയ്ക്ക് തോന്നി. അതിനിടയ്ക്ക് സ്വപ്ന മാളുവിൻ്റെ ടീച്ചറെ വിളിച്ചിരുന്നു. അപ്പു വീണ് ആശുപത്രിയിലാണെന്നും അതുകൊണ്ട് മാളുവിനെ സ്കൂൾ ബസ്സിൽ അയക്കേണ്ട, അവളെ വിളിക്കാൻ തൻ്റെ കൂട്ടുകാരി മീര വരുമെന്നും പറഞ്ഞു. മീര സ്കൂൾ ഗേറ്റ് കടന്നപ്പോഴേ കണ്ടു ബാഗിൻ്റെ സ്ട്രാപ്പിൽ മുറുകെ പിടിച്ച് ഗേറ്റിലേക്ക് നോക്കി നിൽക്കുന്നവളെ. അവളുടെ മുഖത്ത് ആകെ പേടിയായിരുന്നു. ടീച്ചർ അവളോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ അമ്മയുടെ കൂട്ടുകാരി വിളിക്കാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അരുതാത്തതെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മാളുവിന് മനസ്സിലായി. തലേന്ന് രാത്രിയിൽ നടന്ന സംഭവം അവളുടെ കുഞ്ഞു മനസ്സിനെ അത്രമേൽ പേടിപ്പെടുത്തിയിരുന്നു. അച്ഛൻ അമ്മയെയോ അപ്പുവിനെയോ എന്തെങ്കിലും ചെയ്തു കാണുമോ എന്ന പേടിയാണ് അവൾക്ക്. ഗേറ്റ് കടന്നു വരുന്ന മീരയെ കണ്ടതും മാളു വേഗത്തിൽ അവൾക്ക് അരികിലേക്ക് ചെന്നു. അമ്മയ്ക്ക് എന്താ ആൻറ്റി, അമ്മയ്ക്ക് വയ്യേ? വെപ്രാളപ്പെട്ടുകൊണ്ട് അവൾ മീരയോട് ചോദിച്ചു. അമ്മയ്ക്കെന്താ, അമ്മയ്ക്കൊരു കുഴപ്പവുമില്ല, മീര മാളുവിൻ്റെ കവിളിൽ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. പിന്നെന്തിനാ ആൻറ്റി വന്നെന്നെ വിളിക്കുന്നേ? മാളു ചോദിച്ചു. അത് അപ്പു ഉച്ചയ്ക്ക് കളിക്കുമ്പോൾ ഒന്ന് വീണു, അവൻ്റെ കാൽമുട്ടൊന്ന് പൊട്ടി. ഇപ്പോൾ ഹോസ്പിറ്റലിലാ, അമ്മ അവിടെയുണ്ട്. അതുകൊണ്ട് ആൻറ്റി മോളെ കൂട്ടാൻ വന്നത്. വീട്ടിലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. മീര അവൾക്ക് പേടി തോന്നാതിരിക്കാൻ ചെറിയ കാര്യം പോലെയാണ് പറഞ്ഞത്. എങ്കിലും മാളു പേടിച്ചു. അയ്യോ, എൻ്റെ അപ്പുവിന് എന്താ പറ്റിയേ? അവന് നല്ലോണം മുറിഞ്ഞോ? കുറേ ചോര വന്നോ? മാളു പേടിയോടെ ചോദിച്ചു. ഏയ് ഇല്ലടാ മോളെ, ഒരു ചെറിയ മുറിവ്, അത്രയേ ഉള്ളൂ. മീര എന്തൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് ആശ്വസിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ എവിടെയാ ആൻറ്റി? ആശുപത്രിയിലാണോ? മാളു എന്തോ ഓർത്തതുപോലെ പെട്ടെന്ന് തന്നെ ചോദിച്ചു. ഇല്ല, അമ്മ അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ല. മോളിപ്പോ അതൊന്നും ഓർക്കേണ്ട, നമുക്ക് പോവാം. പറഞ്ഞുകൊണ്ട് മീര മാളുവിൻ്റെ കൈയും പിടിച്ച് വണ്ടിക്കരികിലേക്ക് നടന്നു. അപ്പുവിനെ കാണാൻ പോകാനുള്ള വെപ്രാളത്തിൽ മാളു വേഗം വണ്ടിയിലേക്ക് കയറി. പോകുന്ന വഴിയിൽ മീര ഒരു ചെറിയ ജ്യൂസ് കടയ്ക്ക് മുൻപിൽ വണ്ടി നിർത്തി. എന്താ ആൻറ്റി ഇവിടെ നിർത്തിയേ? മാളു ചോദിച്ചു. മാളുക്കുട്ടി ആകെ ക്ഷീണിച്ചിട്ടുണ്ട്, ആൻറ്റി മോൾക്കൊരു ജ്യൂസ് വാങ്ങിത്തരാം, മീര അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. വേണ്ട ആൻറ്റി, എനിക്ക് വിശക്കുന്നില്ല, എനിക്കൊന്നും വേണ്ട. നമുക്ക് വേഗം അപ്പുവിൻ്റെ അടുത്തേക്ക് പോകാം, എനിക്ക് അപ്പുവിനെ കാണണം. അവൾക്ക് അവളുടെ കുഞ്ഞനിയനെ എങ്ങനെയെങ്കിലും കണ്ടാൽ മതിയെന്നേ ഉള്ളൂ. അത് ശരിയാവില്ല, അപ്പുവിനോട് സംസാരിക്കണേൽ കുറച്ച് എനർജി ഒക്കെ വേണ്ടേ? ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് കഴിച്ചതല്ലേ, മോൾക്ക് വിശക്കും. നമുക്ക് എന്തേലും കഴിച്ചിട്ട് പോകാം. ജ്യൂസ് വേണോ അല്ലെങ്കിൽ വേറെ എന്തേലും കഴിക്കാൻ വേണോ? മീര നേരത്തൊരു ചിരിയോടെ തന്നെ ചോദിച്ചു. എനിക്കൊന്നും വേണ്ട ആൻറ്റി, മാളു വീണ്ടും പറഞ്ഞു. മീര പിന്നെ അവളോടൊന്നും പറഞ്ഞില്ല. അവളെയും കൊണ്ട് കടയിലേക്ക് കയറി. മാളു അവൾക്കൊപ്പം ചെന്ന് ഒരു ഭാഗത്തിരുന്നു. ജ്യൂസ് വന്നത് മീര അതവൾക്ക് നേരെ നീക്കി വെച്ച് കൊടുത്തു. നമുക്ക് വീട്ടിലൊന്ന് ചെല്ലാം, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യം ഡ്രസ്സെല്ലാം ഒരു ബാഗിലെടുക്കാം. ജ്യൂസ് കുടിക്കുന്നതിനിടയിൽ മീര പറഞ്ഞു. മാളു വേഗത്തിൽ കുടിച്ചു തീർക്കാൻ നോക്കി. ഹോസ്പിറ്റലിലെത്തി അമ്മയെയും അപ്പുവിനെയും കണ്ടാലേ അവൾക്ക് സമാധാനമാകൂ. മീര വാതിൽ തുറന്ന് മാളുവിനെയും കൂട്ടി അകത്തേക്ക് കയറി. മാളു ചുറ്റും ഒന്ന് ഭയത്തോടെ നോക്കി. ഇന്നലെ രാത്രിയിലെ മണ്ണെണ്ണയുടെ മണം അവിടെ എവിടെയെങ്കിലും തങ്ങി നിൽക്കുന്നുണ്ടോ എന്നവൾ ഭയന്നു. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ബാഗിലാക്കാം, പിന്നെ 1-2 പാത്രങ്ങളും. ഇവിടെ കുറച്ച് വലിപ്പമുള്ള ബാഗുണ്ടോ മോളെ? മീര ചോദിച്ചു. മാളു എന്തോ ഓർത്ത ശേഷം ഉണ്ടെന്ന് തലയാട്ടി. പിന്നെ ചെന്ന് അലമാര തുറന്ന് ഒരു സൈഡിലായി വെച്ചിരിക്കുന്ന അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാഗ് എടുത്തു. അച്ഛൻ കുടിക്കുന്നതിന് മുൻപ് വാങ്ങിയ ബാഗാണ് അത്. അന്നൊക്കെ രൂപേഷ് അവരെയും കൂട്ടി എവിടേക്കെങ്കിലും യാത്രയൊക്കെ പോകാറുണ്ടായിരുന്നു. എന്ത് സന്തോഷമായിരുന്നു അന്നൊക്കെ. മാളുവിന് അതെല്ലാം ഓർത്തപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. മാളുവും മീരയും കൂടി എല്ലാവർക്കും വേണ്ട വസ്ത്രങ്ങളും അത്യാവശ്യം പ്ലേറ്റും പാത്രങ്ങളും ഒക്കെ എടുത്ത് ബാഗിൽ വെച്ചു. മോള് ചെന്ന് മേലു കഴുകി വാ, ആൻറ്റി പുറത്തു നിന്ന് തരാം. മീര പറഞ്ഞത് മാളു തലയാട്ടി. പുറത്താണ് ബാത്റൂം. മാളുവിന് പേടിക്ക് മീര ബാത്റൂമിന് പുറത്ത് കൂട്ടുനിന്നു. എല്ലാം എടുത്ത് തിരികെ പോകാൻ ഒരുങ്ങുമ്പോഴാണ് വീടിൻ്റെ വാതിൽക്കൽ വലിയൊരു ശബ്ദം കേട്ടത്. അത് വേറെ ഒന്നും ആയിരുന്നില്ല, രൂപേഷിൻ്റെ വരവായിരുന്നു. പുറത്തുനിന്നേ ചീത്ത വിളിച്ചുകൊണ്ടാണ് അവൻ വരുന്നത്. സ്വപ്നേ, എടി സ്വപ്നേ, എന്താടി വിളിച്ചിട്ട് മിണ്ടാത്തേ? നീ ഇത് എവിടെ പോയി കിടക്കുക? പുറത്തുനിന്ന് അവൻ ഉറക്കെ ചോദിക്കുന്നുണ്ട്. മാളുവിന് ആകെ പേടിയായി തുടങ്ങി. അവൾ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കിക്കൊണ്ട് മീരയുടെ കയ്യിൽ പിടിച്ചു. ആ കുഞ്ഞു കരം വല്ലാതെ വിറയ്ക്കുന്നുണ്ടെന്ന് മീരയ്ക്ക് തോന്നി. വന്നു കയറുന്നതിനു മുൻപേ ഒച്ചയും ബഹളവും തുടങ്ങി. സ്വപ്ന ഇതെല്ലാം എങ്ങനെ സഹിക്കുന്നോ ആവോ? മീരയ്ക്ക് രൂപേഷിനോട് വല്ലാത്ത ദേഷ്യം തോന്നി ആ സമയം. പേടിക്കേണ്ട, അച്ഛനെന്നും ഈ സമയത്ത് വരുമോ? മീര പതിയെ ചോദിച്ചു. ഇല്ലെന്ന് മാളു തലയാട്ടി. അപ്പോഴേക്കും കുടിച്ച് ആടിയാടി രൂപേഷ് അകത്തേക്ക് കയറി വന്നു. വാതിൽ കടന്നതും കണ്ടു അകത്ത് നിൽക്കുന്ന മീരയെയും അവൾക്ക് പിറകിൽ പേടിച്ചു നിൽക്കുന്ന മാളുവിനെയും. അവരെ കണ്ട് അവനൊന്ന് ഞെട്ടി. ശേഷം അവരെ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ നീയോ? നീ എന്താ ഇവിടെ?
സ്വപ്ന എവിടെ? എത്ര നേരായി വിളിക്കുന്നു. ഇവൾക്കെന്താ ചെവിയും കേട്ടൂടെ? രൂപേഷ് ദേഷ്യത്തിൽ തന്നെയാണ്. അപ്പോഴാണ് അവൻ മീരയുടെ കയ്യിലേക്ക് ശ്രദ്ധിച്ചത്. അവളുടെ കയ്യിലെ ബാഗ് കണ്ടതും അവൻ്റെ നെറ്റി ചുളിഞ്ഞു. നീ ഇതെങ്ങോട്ടാ ഈ ബാഗുമായി? ഇവളും നിന്റെ കൂടെ വരുന്നുണ്ടോ? രൂപേഷിന്റെ ശബ്ദം കേട്ടതും ഇന്നലെ രാത്രിയിലെ ഭീകരത ഓർമ്മ വന്ന മാളു ഭയം കൊണ്ട് വിറച്ചുപോയി. എന്നെ ഇവിടെ നിർത്തിയിട്ട് പോവല്ലേ ആൻറ്റി. അച്ഛൻ എന്നെ ഉപദ്രവിക്കും. എനിക്ക് പേടിയാ, മാളു പേടിയോടെ പറഞ്ഞു. ഇല്ല, മോള് പേടിക്കേണ്ട, ആൻറ്റി ഇല്ലേ കൂടെ? മീര അവളെ സമാധാനിപ്പിച്ചു. പതുക്കെയാണ് മാളു പറഞ്ഞതെങ്കിലും രൂപേഷ് അത് വ്യക്തമായി കേട്ടിരുന്നു. രൂപേഷ് ഒരു ഞെട്ടലോടെ മാളുവിനെ നോക്കി. അവളുടെ കുഞ്ഞിക്കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. കൂടാതെ ആ കണ്ണിൽ കാണുന്ന ഭയവും വിറച്ചു നിൽക്കുന്ന കുഞ്ഞു ശരീരവും അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു തീക്കനൽ കോരിയിട്ടു. ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങളിത് എവിടെ പോവാ? അവളെവിടെ? സ്വപ്ന? രൂപേഷിന്റെ ശബ്ദം അവിടെ ഉയർന്നു. വലുതായി ശബ്ദമെടുക്കേണ്ട, പതിയെ പറഞ്ഞാലും എനിക്ക് കേൾക്കാം, മീര പറഞ്ഞു. അവളുടെ സംസാരം രൂപേഷിന് അത്ര പിടിച്ചില്ല. അല്ലേലും നിന്നോട് എനിക്ക് സംസാരിക്കേണ്ട. അവളെവിടെ? എടീ സ്വപ്നേ, അപ്പൂ! അവൻ അവളോട് പുച്ഛത്തിൽ പറഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ചു. കിടന്ന് വിളിക്കേണ്ട, അവരിവിടെയില്ല. ഇല്ലേ? പിന്നെ എവിടെ പോയി? അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. രൂപേഷേട്ടൻ ഇത്ര നേരം എവിടെ പോയി കിടക്കുകയായിരുന്നു? ഇപ്പോൾ വന്ന് അപ്പുവിനെ വിളിക്കുന്നു. അങ്ങനെ ഒരു മോനുള്ളത് രൂപേഷേട്ടന് അപ്പോൾ ഓർമ്മയുണ്ടല്ലേ? നിങ്ങളൊരു ഭർത്താവല്ലേ? 2 മക്കളുടെ അച്ഛനല്ലേ? എന്നിട്ട് ഭാര്യയെയും മക്കളെയും നോക്കാതെ കുടിച്ചു നടക്കുമ്പോൾ രൂപേഷേട്ടൻ എന്താ വിചാരിച്ചേ? അവരെങ്ങനെയുമൊക്കെ അങ്ങ് ജീവിച്ചോട്ടെ എന്നോ? അല്ലെങ്കിൽ ചത്താൽ ചത്തോട്ടെ, ജീവിച്ചാൽ ജീവിച്ചോട്ടെ എന്നോ? മീര ദേഷ്യം കൊണ്ട് വിറച്ചു. കുറെ കാലമായി പറയാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ് ഇതൊക്കെ. എല്ലാം കേട്ട് കിളി പോയി നിൽക്കുകയാണ് രൂപേഷ്. അവൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുമെന്ന് അവനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മതി, നിർത്തിക്കോ. നിന്നോട് ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. എൻ്റെ വീട്ടിൽ വന്ന് നീ എന്നെ ചോദ്യം ചെയ്യും അല്ലേ? എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യം ഞാൻ നോക്കിക്കോളും. നീ അതിൽ കയറി ഇടപെടേണ്ട. അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വീട്ടിൽ കയറിക്കോളണമെന്ന്. എവിടെ പോയി കിടക്കുക അവൾ? എടീ സ്വപ്നേ! അവൻ വീണ്ടും തൊണ്ട പൊട്ടുന്ന വിധം ഉറക്കെ വിളിച്ചു. വിളിക്കേണ്ട, അവരിവിടെയില്ല. അവര് ഹോസ്പിറ്റലിലാണ്. അപ്പു ഉച്ചയ്ക്ക് സ്കൂളിലൊന്ന് വീണു. കാലിൻ്റെ എല്ല് പൊട്ടി. ഓപ്പറേഷൻ വേണം. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും കാര്യം നിങ്ങൾ നോക്കുമെന്ന്. എന്നിട്ടെന്തേ ഇതറിഞ്ഞില്ലേ? ഓ, അതിനൊക്കെ നേരവും ബോധവുമുണ്ടോ? ഏത് നേരവും കുടിച്ചു നടക്കലല്ലേ പണി? ഇന്ന് ഇതൊന്ന് പറയാൻ തന്നെ എത്ര പ്രാവശ്യം സ്വപ്ന വിളിച്ചു. എടുത്തതുമില്ല. അതിൻ്റെ കൂടെ നിങ്ങൾ ഫോണും ഓഫ് ചെയ്ത് വെച്ചല്ലേ. ഇന്നവൾ എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്കറിയാമോ? കയ്യിൽ പൈസയില്ലാതെ, ഹോസ്പിറ്റലിൽ പോകാൻ ഒരു വണ്ടി കിട്ടാതെ. പറയുമ്പോൾ മീര നിന്ന് കിതച്ചു. അപ്പുവിൻ്റെ കാല് പൊട്ടി ഓപ്പറേഷൻ വേണമെന്നൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മാളു. വീണപ്പോൾ കാലിൻ്റെ തൊലി ചെറുതായി പോയിട്ടേ ഉണ്ടാവൂ എന്നാണ് മാളു കരുതിയത്. അവൾക്ക് പേടിയും സങ്കടവും ഒരുപോലെ തോന്നി. പക്ഷേ ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ്റെ ദേഷ്യം കാണുമ്പോൾ തൊണ്ടയടഞ്ഞു പോയതുപോലെ. കാലൊടിഞ്ഞോ? അപ്പുവിൻ്റെയോ? എപ്പോ? എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നേ? രൂപേഷ് വേഗത്തിൽ ചോദിച്ചു. കുടിച്ച് പാതി ബോധമില്ലാതെയാണ് നിൽക്കുന്നതെങ്കിലും അവൻ എന്തോ ഒരു വെപ്രാളം തോന്നി. അതല്ലേ നിങ്ങളോട് പറഞ്ഞത്? പറയാൻ വിളിച്ചപ്പോൾ രൂപേഷേട്ടൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചെന്ന്. ഫോൺ എടുത്ത് നോക്ക്. അവൾ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്നറിയാം. ഞങ്ങൾക്ക് സമയം കളയാനില്ല. ഞങ്ങൾ പോവുകയാണ്. ഈ ദിവസം അവസാനിക്കാൻ ഇനിയും കുറച്ചുകൂടി സമയമുണ്ടല്ലോ. ഒരു കുപ്പി കൂടി വാങ്ങിക്കൊണ്ട് വന്ന് കുടിക്കി. പക്ഷേ ഒന്ന് രൂപേഷേട്ടൻ ഓർത്തോ, ഇന്നിങ്ങനെ കുടിച്ചു നടന്ന് കളയുന്നത് സ്വന്തം ജീവിതം തന്നെയാ. അത് നഷ്ടപ്പെട്ടാൽ പിന്നീട് തിരിച്ചെടുക്കാൻ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. മീരയൊന്ന് കിതച്ചു. പിന്നെ ഒരു കാര്യം, ആ സൂരജ് ഉണ്ടല്ലോ, അവൻ്റെ കൂടെ അധികം കൂട്ടുകൂടേണ്ട. അവനാണ് നിങ്ങളെ ഇങ്ങനെ ചീത്തയാക്കുന്നത്. പണ്ടൊക്കെ നിങ്ങൾ എന്ത് നല്ല മനുഷ്യനായിരുന്നു. അവൻ്റെ കൂടെ നടന്നാൽ നിങ്ങളുടെ ജീവിതം ഇല്ലാതാവുകയേ ഉള്ളൂ. നിങ്ങളുടേത് മാത്രമല്ല, വേറെ 3 പേരും കൂടിയുണ്ട്. അവർക്ക് നിങ്ങൾ മാത്രമേയുള്ളൂ. പിന്നീടൊന്നും പറയാതെ മീര ബാഗും എടുത്ത് വാതിൽ ലക്ഷ്യമാക്കി നടന്നു. ഒരു കൈയിൽ മാളുവിൻ്റെ വിറയ്ക്കുന്ന കുഞ്ഞിക്കൈയും മുറുകെ പിടിച്ചിരുന്നു. വാതിൽ കടന്ന് ഉമ്മറത്തെത്തിയതും മാളു ഒന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ നേരെ ചെന്ന് തറച്ചത് വാതിൽക്കൽ പകച്ചു നിൽക്കുന്ന രൂപേഷിന്റെ മുഖത്തായിരുന്നു. ഒരു നിമിഷം ആ കുഞ്ഞു കണ്ണുകളിൽ ഭയവും നിസ്സഹായതയും തന്നോടുള്ള കുഞ്ഞു ദേഷ്യവും ഒരേ സമയം രൂപേഷ് കണ്ടു. തന്നെ പേടിച്ച് ഒളിച്ചു നിൽക്കുന്ന മകളെ കണ്ടപ്പോൾ കുടിച്ച് പാതി ബോധം നഷ്ടപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും
അവന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽപ്പിണർ പാഞ്ഞു പോകുന്നത് പോലെ അവന് തോന്നി. മീരയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പടിയിറങ്ങി പോകുന്ന തന്റെ മോളുടെ ആ ദയനീയമായ നോട്ടം രൂപേഷിന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു വേദനയുണ്ടാക്കി. കുടിച്ച മദ്യത്തിന്റെ ലഹരിയെല്ലാം അവനിൽ നിന്നും നീങ്ങിപ്പോകുന്നതായി അവന് തോന്നി. അവൻ വാതിൽക്കൽ തന്നെ തളർന്നു നിന്നു. അവൻ പോക്കറ്റിൽ കിടന്ന ഫോൺ എടുത്തു നോക്കി. മീര പറഞ്ഞതുപോലെ അത് സ്വിച്ച് ഓഫ് ആണ്. അവൻ വേഗം അത് ഓൺ ചെയ്തു. ഫോൺ ഓൺ ആയതും അവൻ ആദ്യം നോക്കിയത് കോൾ ലിസ്റ്റാണ്. മീര പറഞ്ഞതുപോലെ അവളുടെ 3 കോൾ വന്നു കിടപ്പുണ്ട്. അവൻ അതിലേക്കൊന്ന് നോക്കി. വൈഫ് എന്ന് തെളിഞ്ഞു കാണുന്നു. അവന് വല്ലാത്തൊരു വേദന തോന്നി. അവൻ ഇന്നത്തെ ദിവസം ഒന്ന് ഓർത്തു നോക്കി. ഇന്നലത്തെ സംഭവം അവന്റെ മനസ്സിനെ പാടെ പിടിച്ചു കുലുക്കിയിരുന്നു. അവളുടെയും മക്കളുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവരെ എഴുന്നേൽക്കുന്നതിന് മുൻപേ വീട്ടിൽ നിന്നിറങ്ങിയതും. അവൻ ഇനി കുടിക്കില്ലെന്നും അവൻ മാത്രമല്ല നിങ്ങളും ഇനി കുടിക്കേണ്ടെന്ന് കൂട്ടുകാരോട് പറഞ്ഞതുമെല്ലാം ഓർത്തു. അവളെയും മക്കളെയും നഷ്ടപ്പെടുമോ എന്നവൻ ഭയന്നിരുന്നു. അപ്പോൾ സൂരജാണ് ഇതുകൂടി കുടിച്ചു നിർത്താമെന്ന് പറഞ്ഞത്. ഒന്നിനു പിറകെ ഒന്നായി ഒഴിച്ചു തന്നതും അവൻ തന്നെ. പിന്നെയും എന്തൊക്കെയോ അവളെയും മക്കളെയും കുറിച്ച് അവൻ പറഞ്ഞു തന്നിരുന്നു. അതെല്ലാം ചെവിയിൽ വന്ന് വീണ്ടും ആരോ പറയുന്നത് പോലെ. അവന്റെ നെഞ്ചു നീറി. എത്രയും വേഗം അവന് ഹോസ്പിറ്റലിൽ എത്തണം. അവൻ ആടിയാടി ഉമ്മറത്തേക്ക് നടന്നു. പെട്ടെന്ന് തലയ്ക്കൊരു കനം പോലെ. അടിവയറ്റിൽ നിന്നും എന്തോ ഒന്ന് ഉരുണ്ടുമറിഞ്ഞ് മേൽപോട്ട് വരുന്നത് പോലെ. കവിള് തരിത്തു. പിന്നെ ഒരു നിമിഷം പോലും വൈകാതെ ആ ഉമ്മറത്ത് തന്നെ അന്ന് കുടിച്ചതും തിന്നതുമെല്ലാം ഛർദ്ദിച്ചു കളഞ്ഞു. ഈ കോലത്തിൽ ഹോസ്പിറ്റലിൽ എത്തില്ലെന്ന് തോന്നിയതും അവൻ തിരിച്ച് അകത്തേക്ക് തന്നെ എങ്ങനെയൊക്കെയോ വന്നു. വാതിലടിച്ച് ലോക്ക് ചെയ്യാൻ പോകുമ്പോഴേക്കും അവൻ ബോധം മറിഞ്ഞവിടെ വീണു കഴിഞ്ഞിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിലിന് മുൻപിൽ കാത്തിരിക്കുകയായിരുന്നു സ്വപ്ന. പേടിയും വെപ്രാളവും അവളിൽ ഒരുപോലെ നിറഞ്ഞു നിന്നിരുന്നു. അപ്പോഴാണ് മീരയും മാളുവും ആ വരാന്തയിലേക്ക് കടന്നു വന്നത്. അമ്മയെ കണ്ടതും മാളു മീരയുടെ കൈവിട്ട് അവിടെ കൂടി. അമ്മേ, അപ്പു എവിടെ? ഞാൻ പേടിച്ചു പോയി. കരഞ്ഞുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് മാളു പറഞ്ഞു. പേടിക്കേണ്ട, അപ്പുവിന് ഒന്നുമില്ലാട്ടോ. അവനിപ്പോ ഇങ്ങു വരും. സ്വപ്ന മാളുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പുവിന് ഒരു മുള്ളു കൊണ്ടാൽ പോലും അവൾക്ക് വേദനിക്കും. അവൾക്ക് അവളുടെ കുഞ്ഞനിയൻ എന്നു വെച്ചാൽ അത്രയ്ക്ക് ജീവനാണ്. അത് സ്വപ്നയ്ക്ക് നന്നായിട്ടറിയാം. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലാലോ? മാളു സ്വപ്നയെ ആകെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. അമ്മയ്ക്കൊരു കുഴപ്പവുമില്ല മോളെ. പറയുമ്പോൾ എത്ര അടക്കി പിടിച്ചിട്ടും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. മാളു അത് അവളുടെ കുഞ്ഞി കൈകൊണ്ട് തുടച്ചു കൊടുത്തു. കളിച്ചു നടക്കേണ്ട പ്രായമാണ് തന്റെ മക്കൾക്ക്. പക്ഷെ എന്നും കാണുന്നത് വഴക്കും തല്ലും പിടിയും മാത്രം. ഇങ്ങനെ പോയാൽ തന്റെ മക്കളുടെ മനസ്സ് എവിടെ എത്തുമെന്ന് സ്വപ്നയ്ക്ക് ഒരു പിടിയും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് വിശക്കുന്നുണ്ടോ? അമ്മ എന്തോ പോലെയായി. അമ്മയുടെ തളർന്ന മുഖം കണ്ട് മാളു ചോദിച്ചു. മകളുടെ വാക്കുകൾ കേട്ട് അവൾക്ക് വീണ്ടും വേദനിച്ചു. ആന്റി എനിക്ക് ജ്യൂസ് വാങ്ങി തന്നു. അമ്മയ്ക്കും വാങ്ങിയിട്ടുണ്ട്. പറഞ്ഞുകൊണ്ട് മാളു തിരിഞ്ഞ് മീരയെ നോക്കിയതും മീര ബാഗിൽ നിന്ന് ചിരിയോടെ മാംഗോ ജ്യൂസിന്റെ ഒരു ബോട്ടിൽ എടുത്തു കൊടുത്തു. അത്രയും നേരം അമ്മയുടെയും മോളുടെയും സ്നേഹപ്രകടനം ഒരു ചിരിയോടെ കണ്ടു നിൽക്കുകയായിരുന്നു മീര. സ്വപ്ന മീരയെ സ്നേഹത്തോടെ അതിലുപരി നന്ദിയോടെ നോക്കി. നീ ഇത് കുടിക്ക്, നിനക്ക് നല്ല ക്ഷീണമുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാനുണ്ടല്ലോ. നീ ചെന്ന് എന്തേലും കഴിച്ചു വരുന്നോ? സ്വപ്നയുടെ മുഖത്തെ തളർച്ച കണ്ട് മീര ചോദിച്ചു. വേണ്ട മീരെ, ഇപ്പോ ഒന്നും വേണ്ട. അപ്പുവിനെ ഒന്ന് കണ്ടാൽ മതി എനിക്ക്. ജ്യൂസ് 2 ഇറക്ക് കുടിച്ച ശേഷം സ്വപ്ന പറഞ്ഞു. അപ്പുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ സ്വപ്നെ, ഡോക്ടർ പറഞ്ഞില്ലേ? കുറച്ചു കഴിഞ്ഞാൽ വാർഡിലേക്ക് മാറ്റും. പിന്നെന്താ? എനിക്ക് നിന്നെ കണ്ടിട്ട് പേടിയാകുന്നു സ്വപ്നെ. ഒന്നും കഴിക്കാതെ ഇരുന്നാൽ നീ എവിടെയും വീണു പോകും. മനസ്സ് പോലെയല്ല ശരീരം. വെള്ളവും ഭക്ഷണവും കിട്ടിയില്ലേ ശരീരം തളർന്നു പോകും. മീര വീണ്ടും പറഞ്ഞു. സ്വപ്ന അവളെ നോക്കി ഒന്ന് ചിരിച്ചതേയുള്ളൂ. മീര പിന്നെ ഒന്നും പറഞ്ഞില്ല. എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അവൾക്ക് തോന്നി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ അച്ഛൻ വന്നു അമ്മേ. ഇന്നും കുടിച്ചിട്ടാ വന്നേ. ആന്റിയോട് എന്തൊക്കെയോ പറഞ്ഞു. മോള് ആകെ പേടിച്ചു പോയി. മാളു അവളുടെ അമ്മയോട് വൈകിട്ട് നടന്ന കാര്യങ്ങൾ പറയുകയാണ്. മാളു പറഞ്ഞത് കേട്ട് സ്വപ്ന മീരയെ ഒന്ന് നോക്കി. നീ ടെൻഷൻ ആവേണ്ട സ്വപ്നെ, എന്നെ ആളൊന്നും പറഞ്ഞില്ല. ഞാനാണ് നല്ലത് അങ്ങോട്ട് പറഞ്ഞത്. എന്തായാലും ആൾക്ക് കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇതിൽ നന്നാവും. മീരയെ രൂപേഷേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന പേടിയാണ് സ്വപ്നയ്ക്ക്. അത് മനസ്സിലാക്കിയിട്ടെന്നോണം മീര സ്വപ്നയെ നോക്കി പറഞ്ഞു. അത് അങ്ങനെയൊന്നും നന്നാവില്ല മീരെ. നമ്മൾ എന്തേലും പറയുമ്പോൾ നന്നാകണം എന്നൊക്കെ ആൾക്ക് തോന്നും.
പക്ഷെ ആരേലും ഒരു കുപ്പി കൊണ്ടു കൊടുത്താൽ പിന്നെ വീണ്ടും പണ്ടത്തേതുപോലെ തന്നെ. കൊണ്ടു കൊടുക്കാൻ കൂട്ടുകാരെന്ന് പറഞ്ഞ് കുറെ പേരുണ്ടല്ലോ. ആ സൂരജാണ് ഏറ്റവും വലിയ വിഷം. പിന്നെ പോത്തിനോട് വേദം മോദിയിട്ട് എന്തേലും കാര്യമുണ്ടോ? നന്നാവില്ല ഒരിക്കലും. എന്റെയും മക്കളുടെയും വിധി ഇതായിപ്പോയി. സ്വപ്ന മാളുവിനെ കെട്ടിപ്പിടിച്ച് അവളുടെ നെറുകിൽ താടി ചേർത്തുകൊണ്ട് പറഞ്ഞു. എല്ലാം കേട്ട് മാളുവിന്റെ കുഞ്ഞു ഹൃദയം വല്ലാതെ മിടിച്ചു. അവൾ അമ്മയുടെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു. എല്ലാം ശരിയാകും മീരെ, നീ ധൈര്യമായിട്ടിരിക്കി. സ്വപ്നയെ സമാധാനിപ്പിക്കാനെന്ന വണ്ണം മീര പറഞ്ഞു. വെറുതെയെങ്കിലും സ്വപ്ന അവളെ നോക്കി ഒന്ന് ചിരിച്ചു. അമ്മേ, അപ്പു എവിടെ? അപ്പുവിനെ എന്താ കൊണ്ടുവരാത്തേ? കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ടും അപ്പുവിനെ കൊണ്ടുവരാത്തത് കണ്ട് മാളു അമ്മയോട് ചോദിച്ചു. ഇപ്പോ കൊണ്ടുവരും, കുറച്ചു നേരം കൂടി. അടഞ്ഞുകിടക്കുന്ന വാതിലിലേക്ക് നോക്കിക്കൊണ്ട് സ്വപ്ന പറഞ്ഞു. അവന് നല്ലോണം വേദനിക്കുന്നുണ്ടാവൂ അമ്മേ, എനിക്കവനെ കാണണം. കണ്ണുകൾ രണ്ടും നിറച്ചുകൊണ്ട് മാളു പറഞ്ഞു. ഇല്ല, വേദന അറിയാതിരിക്കാനുള്ള ഒരു മരുന്ന് ഡോക്ടർ അവന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവന് വേദന അറിയില്ല. മീരയാണ് അത് പറഞ്ഞത്. മാളു അങ്ങനെയാണോ എന്ന പോലെ അമ്മയെ ഒന്ന് നോക്കി. സ്വപ്ന അതേ എന്ന് തലയാട്ടി. കുറച്ചുകൂടി കഴിഞ്ഞതും ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ തുറന്നു. നേഴ്സുമാർ അപ്പുവിനെ സ്ട്രെച്ചറിൽ പുറത്തേക്ക് കൊണ്ടുവന്നു. അവന്റെ കാലിൽ വലിയൊരു കെട്ടുണ്ട്. അവനെ ICUവിലേക്ക് മാറ്റാതെ സാധാരണ വാർഡിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പുവിനെ കണ്ടതും മാളു ഉച്ചത്തിൽ വിളിച്ചു. മാളു അപ്പുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അപ്പോഴേക്കും അവർ അവനെയും കൊണ്ട് വാർഡിലേക്ക് നടന്നിരുന്നു. മാളുവും സ്വപ്നയും മീരയും അവർക്കൊപ്പം നടന്നു. ഇപ്പോ വിളിക്കേണ്ട, മയക്കത്തിലാണ്. കുറച്ചു കഴിയുമ്പോൾ എഴുന്നേൽക്കും. അവനെ ബെഡിലേക്ക് കിടത്തി അതും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോയി. മാളു അപ്പുവിന് അരികിൽ ചെന്നിരുന്ന് അവന്റെ കുഞ്ഞിക്കൈ തന്റെ കൈയിലേക്ക് എടുത്തു വെച്ചു. പിന്നെ പതിയെ അതിലൊന്ന് മുത്തി. കണ്ടുനിന്ന സ്വപ്നയുടെയും മീരയുടെയും കണ്ണുകൾ വരെ നിറഞ്ഞുപോയി. അപ്പു. കുറച്ചു കഴിഞ്ഞതും മാളു പതിയെ വിളിച്ചു. അവളുടെ വിളി കേട്ട് അപ്പു പതിയെ കണ്ണുകൾ തുറന്നു. ചേച്ചി. മാളുവിനെ കണ്ടതും അവനൊരു നിമിഷം വേദന മറന്നു വിളിച്ചു. മാളു അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു. അവളുടെ കുഞ്ഞിക്കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചേച്ചി കരയാണോ? നെഞ്ചിലൊരു നനവ് അറിഞ്ഞതും അപ്പു പതിയെ ചോദിച്ചു. അപ്പു, മോന് കുഴപ്പമൊന്നുമില്ലല്ലോ? വേദനയില്ലല്ലോ? ചേച്ചി പേടിച്ചു പോയി. മാളു നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല ചേച്ചി, നേരത്തെ നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പോ ഇല്ല, കുറഞ്ഞു. അവനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവനറിയാം തനിക്ക് വേദനിച്ചാൽ തന്റെ ചേച്ചിക്കും വേദനിക്കുമെന്ന്. അവരുടെ സ്നേഹപ്രകടനം കണ്ട് അടുത്തേക്ക് പോകാൻ പോലും മറന്നു നിൽക്കുകയായിരുന്നു സ്വപ്നയും മീരയും. തന്റെ രണ്ടു മക്കളും ഇങ്ങനെ സ്നേഹത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിനേക്കാൾ വലുത് വേറെയുണ്ടോ? എന്നും അവരിങ്ങനെ തന്നെയായിരിക്കട്ടെ. ഒരു അമ്മ എന്ന നിലയിൽ അവൾക്ക് അതിയായ സന്തോഷം തോന്നി. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ അവർക്ക് പിറകിൽ ഡോക്ടറും നേഴ്സും നിൽക്കുന്നുണ്ടായിരുന്നു. ചേച്ചിക്കുട്ടിയും അനിയൻകുട്ടനും തമ്മിലുള്ള സ്നേഹപ്രകടനം നോക്കി നിൽക്കുകയായിരുന്നു അവർ. ആ കാഴ്ച കണ്ട് അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി. നിന്റെ അനിയൻകുട്ടന് ഒരു കുഴപ്പവും ഇല്ലെന്റെ കുഞ്ഞേ, അവർക്കരികിലേക്ക് വന്നുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. അപ്പോഴാണ് അവർ ഡോക്ടറെ കണ്ടത്. മാളു വേഗം എഴുന്നേറ്റിരുന്നു. പക്ഷേ അപ്പോഴും അപ്പുവിന്റെ കയ്യിലെ പിടി അവൾ വിട്ടിരുന്നില്ല. അത് ഡോക്ടർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അവരൊരു ചിരിയോടെ അപ്പുവിനെ പരിശോധിച്ചു. അനിയന്റെ കൈ എന്നും ഇങ്ങനെ തന്നെ പിടിച്ചേക്കണം കേട്ടോ, വിട്ടേക്കരുത്. ഡോക്ടർ മാളുവിന്റെ നെറുകിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും മാളു വേഗത്തിൽ തലയാട്ടി. നീയും ചേച്ചി പറയുന്നതെല്ലാം കേട്ട് ചേച്ചിയുടെ കൂടെ തന്നെ നടന്നോണം. അപ്പുവിന്റെ കവിളിലും അവരൊന്ന് പതിയെ തട്ടി. അവനും അവരെ നോക്കിയൊന്ന് തലയാട്ടി. ഇങ്ങനെ രണ്ടു മക്കളെ കിട്ടിയ മോള് ഭാഗ്യവതിയാണ്. ഇതിലും വലുത് വേറെന്ത് വേണം? ഡോക്ടർ സ്വപ്നയോട് പറഞ്ഞതും സ്വപ്ന നിറഞ്ഞ മനസ്സോടെ അവരെ നോക്കിയൊന്ന് ചിരിച്ചു. ഇതാരാ? മീരയെ നോക്കി ഡോക്ടർ ചോദിച്ചു. എൻ്റെ കൂട്ടുകാരിയാണ്. അവളാണ് എനിക്കൊരു സഹായത്തിന്. സ്വപ്ന പതിയെ പറഞ്ഞു. രാത്രി വാർഡിൽ നിൽക്കാൻ പറ്റില്ലാട്ടോ, വാർഡിന് പുറത്ത് നിൽക്കേണ്ടി വരും. ഡോക്ടർ അവളെ നോക്കി പറഞ്ഞതും മീര സമ്മതമെന്നോണം തലയാട്ടി. ഞാനിവിടെ നിന്നോട്ടെ ഡോക്ടറെ? പെട്ടെന്ന് തന്നെ മാളു ചോദിച്ചു. ഡോക്ടർ അവളുടെ കുഞ്ഞു മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി. പിന്നെ ചിരിച്ചുകൊണ്ട് തലയാട്ടി. സ്വപ്നയെ ഒന്നുകൂടി നോക്കിയ ശേഷം ഡോക്ടർ പുറത്തേക്ക് നടന്നു. എങ്കിലും എവിടെയായിരിക്കും ഞാൻ അവളെ കണ്ടിട്ടുള്ളത്? നല്ല പരിചയമുള്ള മുഖം പോലെ. അവരതും ചിന്തിച്ച് പുറത്തേക്ക് നടക്കുമ്പോൾ അവരുടെ മകന്റെ ചിന്തയും അതുതന്നെയായിരുന്നു. മക്കളെ കണ്ട് പരിചയമില്ല, പക്ഷെ അവരെ താൻ കണ്ടിട്ടുണ്ട്.
അല്ലെങ്കിൽ അവരെപ്പോലെ തോന്നിപ്പിക്കുന്ന മറ്റൊരാളെ. അവൻ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. എന്നാലും ആരായിരിക്കും ഇവർ? എവിടെയായിരിക്കും താൻ ഇവരെ കണ്ടത്? അവൻ ഓർത്തു നോക്കി. പക്ഷെ അതിനൊരു ഉത്തരം മാത്രം കിട്ടിയില്ല.